PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം മാത്സിലെ ജ്യാമിതീയ രൂപങ്ങൾ എന്ന് പറയുന്നതിൽ ത്രികോണത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ ത്രികോണം തന്നെ പല ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ അടുത്ത ടൈപ്പാണ് മട്ടത്രികോണം. നമ്മൾ ഇന്നലെ പഠിച്ചത് സാധാരണ ത്രികോണമാണ്. ഇനി മട്ടത്രികോണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി മാത്സിൻ്റെ ക്ലാസ്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാം മുൻപ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് മട്ടത്രികോണത്തിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് മട്ടത്രികോണത്തെ കുറിച്ചാണ്. അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പറയാം അല്ലെ. ത്രികോണം എന്താണെന്ന് പഠിച്ചു. 3 വശങ്ങളും 3 കോണുകളുമുള്ള രൂപത്തെയാണ് ത്രികോണം എന്ന് പറയുന്നത്. അതിനകത്തുള്ള 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ ചുറ്റളവ്, ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിലുമുള്ള അളവാണ്. 3 വശവും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ് എന്ന് പറഞ്ഞു. വിസ്തീർണം കാണാനായിട്ട് 1/2 അര ഇൻറ്റു B ഇൻറ്റു H ബേസ് അല്ലെ, പാദം ഇൻറ്റു ഹൈറ്റ് ഉയരം, അതായത് ശീർഷത്തിൽ നിന്നും പാദത്തിലോട്ടുള്ള ഹൈറ്റ്. അപ്പൊ അര ഇൻറ്റു B ഇൻറ്റു H ആണ് എന്തെന്ന് പറയുന്നത്? വിസ്തീർണം എന്ന് പറഞ്ഞു. പിന്നെ അംശബന്ധം തന്നിട്ട് നമുക്ക് കോണളവ് കണ്ടുപിടിക്കുന്നതും അംശബന്ധങ്ങൾ തമ്മിൽ തന്നിട്ട് വശങ്ങൾ കണ്ടുപിടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളാവാൻ ചാൻസ് ഉള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. പ്രോബ്ലംസിലൂടെ അതെല്ലാം പഠിച്ചു, വിസ്തീർണം കാണാൻ പഠിച്ചു, എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക, എങ്കിലാണ് നമ്മൾ ഇപ്പൊ പറയുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ മട്ടത്രികോണമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താണ് മട്ടത്രികോണം? മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, ഒരു കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരുന്ന ത്രികോണങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? മട്ടത്രികോണം എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കുക, ഇത് ലംബമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ലംബമായിട്ട് വന്നിട്ട് ഇങ്ങനെ ബേസ് ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ. അപ്പൊ ഇവിടെ എന്താണ്? 90 ഡിഗ്രിയാണ് കോണളവ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോണ് 90 ഡിഗ്രിയാണ്. മനസ്സിലായല്ലോ? അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു, ഏതൊരു ത്രികോണം എടുത്താലും അതിൻ്റെ ഉള്ളിലുള്ള 3 കോണുകളുടെ അളവ് എന്ന് പറയുന്നത് എന്താണ്? 3ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടുമെന്ന് പറഞ്ഞു. അത് ഏത് ത്രികോണം ആയിക്കോട്ടെ. അപ്പൊ മട്ടത്രികോണം ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഉള്ളിലുള്ള 3 കോണുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലെ. അപ്പോൾ ഒരു കോൺ 90 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള കോണുകളെയാണ് മട്ടകോൺ എന്ന് പറയുന്നത്, മട്ടത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോൺ ഓൾറെഡി 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പൊ ബാക്കിയുള്ള 2 കോണുകളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? മൊത്തം 180 ആണ്. ഒരു കോൺ 90 ആയി കഴിഞ്ഞു. അപ്പൊ 180 ആവാൻ ബാക്കിയുള്ള 2 കോണും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 90 തന്നെ കിട്ടണ്ടേ? അപ്പോഴല്ലേ 90ഉം 90ഉം 180 ആവുക. അപ്പോ ഒരു മട്ടത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ബാക്കിയുള്ള ഈ 2 കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 90 ഡിഗ്രി കിട്ടണം അല്ലെ. അപ്പൊ ഓവറോൾ 3ഉം കൂടെ കൂട്ടിയാൽ 180 ആണ്. അതിൽ ഒരു കോൺ 90 ആണ്. അപ്പൊ ബാക്കിയുള്ളത്
രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 നിന്ന് 90 പോയാൽ ബാക്കി എന്ത് തന്നെ വരണം? 90 തന്നെ വരണം. അപ്പോൾ ഈ രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 90 കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ 60 ആണെങ്കിൽ ഇത് എത്രയാവണം? 30 ആവണം. 60 30 90. ഇത് 50 ആണെങ്കിൽ ഇത് 40 ആവണം. 50 40 ആണ് 90. ഇത് 70 ആണെങ്കിൽ ഇത് 20 ആവണം അല്ലേ? 70 20 ആണ് 90. അപ്പോൾ ഇത് എത്രയാണോ അടുത്തത് കണ്ടുപിടിക്കാൻ ഈസിയാണ്. 90 അത് കുറച്ചാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ മൊത്തം ഒരു ത്രികോണത്തിന്റെ അകത്തുള്ള കോണുകളുടെ മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ്. മട്ട ത്രികോണമാണെങ്കിൽ ഒന്ന് 90 ആണെന്നുള്ളത് നമുക്ക് ഫിക്സ്ഡ് ആണ്, അതറിയാം. അപ്പോൾ ബാക്കിയുള്ള രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 90 കിട്ടണം. മനസ്സിലായല്ലോ? ഇനി ചുറ്റളവ്, കോണളവിന്റെ കാര്യം പറഞ്ഞു. ഇനി ചുറ്റളവ് എന്താണ്? നമ്മൾ പറഞ്ഞു മൂന്നും കൂടെ കൂട്ടുന്നതാണ് അല്ലെ? 3 വശങ്ങളും കൂടെ കൂട്ടുന്നതാണ്. ചുറ്റിലുമുള്ള അളവാണ് ചുറ്റളവ്. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മട്ട ത്രികോണത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റുള്ള ഈ വലിയ വശത്തെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? കർണം അഥവാ ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കും അല്ലെ? കർണം അഥവാ ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കും. ഇനി ഈ എന്താണ് കിടക്കുന്നത്? ഇതെന്താണ്? ഇത് എപ്പോഴും പാദമാണ് അല്ലെ? ബേസ് ആണ്. ബേസ് അഥവാ പാദം എന്ന് നമ്മൾ വിളിക്കും അല്ലെ? ബേസ് അഥവാ പാദം എന്ന് വിളിക്കും. ഇനി ഇതെന്താണ്? ഇതിനെ ലംബം, ഈ ഹൈറ്റിന് എന്താണ് പറയുന്നത്? ലംബം അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊരു മട്ട ത്രികോണമാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ വലിയ വശം, ഒരു മട്ട ത്രികോണത്തിലെ വലിയ വശം എന്ന് പറയുന്നത് എന്താണ്? കർണമാണ്. കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? പാദം അഥവാ ബേസ് ആണ്. ഇങ്ങനെ നീളത്തിൽ കിടക്കുന്നത് എന്താണ്? ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഈ 3 ഭാഗം ഏതാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് 3 കിട്ടിയെങ്കിൽ ഇനി ഒരു കാര്യം പറയാം. നമ്മളപ്പോൾ ചുറ്റളവ് എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും? കർണം പ്ലസ് പാദം പ്ലസ് ലംബം. അത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമുക്കതൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചുറ്റിലുമുള്ള അളവാണ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി അല്ലേ? അപ്പോൾ ചുറ്റിലുമുള്ള അളവാണ്. ഇനി വിസ്തീർണത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ പഠിച്ചു ഏതൊരു ത്രികോണത്തിന്റെയും വിസ്തീർണം കാണാനായിട്ട് അര BH ആണെന്ന് പറഞ്ഞു അല്ലെ? 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. അപ്പം നമ്മൾ സാധാരണ ഒരു ത്രികോണം വരച്ചപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. പാദം എന്ന് പറഞ്ഞാൽ ഈ ശീർഷത്തിൽ നിന്നും ഇതിലോട്ടുള്ള ഈ ഹൈറ്റ് ആണ് ഉയരം, H ആയിട്ട് എടുത്തത് അല്ലെ? ഇതാണ് ഉയരമെങ്കിൽ ഇത് നോക്കൂ, ഈ പോയിന്റ് ഇങ്ങനെ വരച്ചതും ഇങ്ങനെ വന്ന ഇതും കൂടെ ചേർത്തപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയില്ലേ? അപ്പോൾ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ എന്താണ് ഉയരമായിട്ട് വരുന്നത്? ലംബം. ഈ ട്രയാങ്കിളിൽ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ സെപ്പറേറ്റ് വരയ്ക്കുമ്പോൾ ഇതെന്തായി? ഈ H എന്ന് പറയുന്നത് ഇവിടെ എന്താണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്? പാദം. ഇത് ലംബമാണ് അല്ലേ? അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളുടെ അല്ലെങ്കിൽ മട്ട ത്രികോണത്തിന്റെ ലംബമല്ലേ ഈ കിടക്കുന്ന ഉയരം എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ത്രികോണം വരച്ചാൽ അതിലെ ശീർഷത്തിൽ നിന്നും പാദത്തിലോട്ടുള്ള ഈ ഉയരമാണ് നമ്മൾ H ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ വരച്ചു നോക്കൂ. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? ഇവിടെ 90 ഡിഗ്രി വരില്ലേ? അപ്പോൾ ഈ H എന്ന് പറയുന്നത് എന്താണ്? ലംബമാണ് അല്ലേ? അപ്പം മട്ട ത്രികോണത്തിന്റെ കേസിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത്? ലംബമായിട്ടാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അര ഇൻറ്റു പാദം ഇൻറ്റു ലംബമാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് മട്ട ത്രികോണത്തിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? ലംബമാണ് വരുന്നത്. അതുകൊണ്ട് ഒരു മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അര ഇൻറ്റു പാദം ഇൻറ്റു ലംബമാണ്. അപ്പൊ ലംബം എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ? ഒരു സാധാരണ ത്രികോണം എടുത്താൽ ശീർഷത്തിൽ നിന്നും ബേസിലോട്ടുള്ള ഹൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? H എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, ഒരു മട്ട ത്രികോണമാണ്. അപ്പോൾ ഈ H എന്ന് പറയുന്നത് അതിന്റെ ലംബമായിട്ട് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം എന്ന് പറയുന്നതാണ് ഒരു മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? ഇത്രയും കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കോണളവ് പറഞ്ഞു, ചുറ്റളവ് പറഞ്ഞു, വിസ്തീർണം പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിക്കാനുണ്ട്. ഞാൻ ഇതൊക്കെ മായ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കുക, ഇവിടെ കർണം പാദം ലംബം ഇതുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇത് മൂന്നും വെച്ച് നമുക്കൊരു സിദ്ധാന്തം പഠിക്കാനുണ്ട്, ഒരു തിയറി നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ്? പൈഥഗോറസ് തിയറം അല്ലെ? പൈഥഗോറസ് സിദ്ധാന്തം. അപ്പൊ എന്താണ് പൈഥഗോറസ് സിദ്ധാന്തം പറയുന്നത്? ഈ കർണം, ഒരു മട്ട ത്രികോണത്തിന്റെ കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെ സ്ക്വയറിനോടൊപ്പം ലംബത്തിന്റെ സ്ക്വയർ കൂട്ടുന്നതാണ്. കൺഫ്യൂഷൻ വേണ്ട. എന്താണിത്? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, ഈസിയാണ്. കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പാദത്തിന്റെ സ്ക്വയറും
ലംബത്തിന്റെ സ്ക്വയറും കൂടെ കൂട്ടുന്നതാണ്. അതായത് ഇതിൽ കർണം എന്ന് പറയുന്നതാണ് വലിയ വശം അല്ലെ. അപ്പോൾ ഒരു മട്ട ത്രികോണം എടുത്താൽ അതിന്റെ വലിയ വശത്തിന്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ട് ചെറിയ വശങ്ങളുടെ സ്ക്വയറും കൂടെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, വലിയ വശത്തിന്റെ സ്ക്വയർ കിട്ടാൻ എന്ത് ചെയ്യണം? രണ്ട് ചെറിയ വശത്തിന്റെയും സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുക, അത്രയല്ലേ ഉള്ളൂ. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതാണ് എന്ത്? പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കർണത്തിന്റെ ഇക്വേഷൻ എഴുതാലോ അല്ലെ. അപ്പൊ കർണം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ പോയിട്ട് കർണം എന്ന് വരണമെങ്കിൽ ഇതിന്റെ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. അപ്പൊ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? കർണം കിട്ടി. കർണം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണത്തിന്റെ വലിയ വശം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയർ എന്ന് പറയുമ്പോൾ പാദവും ലംബം എന്ന് പറയുമ്പോൾ എന്താണ്? ചെറുതും വലുതും അല്ലെ. ഇതിന്റെ ഹൈറ്റും ഇതിന്റെ പാദവും കൂടെ അതിന്റെ സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ മതി. അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായി? കർണമായി. അപ്പൊ കർണം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? പാദം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കർണം അങ്ങോട്ട് പോകും. പാദം കണ്ടുപിടിക്കണമെങ്കിൽ കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ചെയ്താൽ എന്തായി? പാദമായി. ഇനി ലംബമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് മട്ട ത്രികോണം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇപ്പൊ തന്നെ പഠിക്കാം. മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ആംഗിൾ വരുന്നതിനെയാണ് മട്ട ത്രികോണം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കോൺ 90 ആയാൽ മറ്റുള്ള രണ്ട് കോണുകളും കൂടെ കൂട്ടുമ്പോൾ എത്ര തന്നെ വരണം? 90 തന്നെ വരണം. ഇനി ചുറ്റിലുമുള്ള അളവ് അല്ലെ, ചുറ്റളവ് എന്ന് പറയുമ്പോൾ ചുറ്റിലുമുള്ള അളവാണ്. അതായത് കർണം പ്ലസ് പാദം പ്ലസ് ലംബമാണ്. വലിയ വശമാണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും വലിയ വശവുമാണ് കർണം എന്ന് പറയുന്നത്. താഴെയുള്ളത് പാദം, ഹൈറ്റിൽ കിടക്കുന്നത് എന്താണ്? ലംബം അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. പിന്നെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ അര ഇൻറ്റു പാദം ഇൻറ്റു ലംബമാണ്. അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം എന്ന് പറയുന്നതാണ് ഇവിടെ ലംബമായിട്ട് വരുന്നത്. അത് ഓർത്തിരിക്കുക. പിന്നെ പറഞ്ഞു ഈ വലിയ വശത്തിന്റെ സ്ക്വയർ കിട്ടാൻ രണ്ട് ചെറിയ വശങ്ങളുടെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതാണ് പൈതഗോറസ് സിദ്ധാന്തം. അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതിൽ നിന്നും കർണം കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം കാണണമെങ്കിൽ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ലംബം കാണണമെങ്കിൽ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പൊ ഇതെല്ലാം ഒരു ബോക്സിനകത്താക്കിയിട്ട് എഴുതി വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു ന്യൂനകോണിന്റെ അളവ് 40 ഡിഗ്രി ആയാൽ മറ്റേ ന്യൂനകോണിന്റെ അളവ് എത്ര? മട്ട ത്രികോണത്തിന്റെ ഒരു ന്യൂനകോണിന്റെ, ന്യൂനകോൺ എന്ന് പറയുമ്പോൾ എന്താണ്? മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി വരുന്നത് അല്ലെ, ഒരു ആംഗിള് 90 ഡിഗ്രി വരുന്നതിനെയാണ് മട്ട ത്രികോണം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു കോൺ 90 ആണ്. ബാക്കിയുള്ള ഈ രണ്ട് ചെറിയ കോണില്ലേ, അതിനെയാണ് നമ്മൾ ന്യൂനകോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കോണിനെയാണ് നമ്മൾ ന്യൂനകോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂനകോണിന്റെ അളവ് 40 ഡിഗ്രി. അപ്പോൾ ഇത് 40 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഒരു കോൺ 40 ആണ്. അപ്പോൾ മറ്റേ കോൺ എത്രയാണ് എന്നുള്ളതാണ് നമുക്കറിയാം. മൊത്തം ഒരു ട്രയാങ്കിളിൽ വരേണ്ടത് 180 ആണ്. അതിൽ ഒരു കോൺ 90 ആണെന്ന് നമുക്കറിയാം. എന്താണ്? മട്ട ത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മട്ട ത്രികോണത്തിന്റെ ഒരു കോൺ എന്താണ്? 90 ഡിഗ്രി ആണ്. വേറെ കോണ് തന്നിട്ടുണ്ട് 40 ആണ്. നമ്മൾ പറഞ്ഞു ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു കോൺ 90 ആണ്. ബാക്കിയുള്ള രണ്ട് കോണുകളും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 90 തന്നെ കിട്ടണം. അപ്പോഴാണ് ടോട്ടൽ 180 ആവുള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 കിട്ടണം. ഇത് 40 ആണെങ്കിൽ 90 ആവാൻ ഇത് എത്രയായിരിക്കണം? 50 ആയിരിക്കണം. 50 40 കൂടിയാലല്ലേ എന്ത്? 90. ഈസി അല്ലേ? അപ്പൊ 90 40 മൈനസ് ചെയ്താൽ മതി. നമുക്ക് കിട്ടിയ ആൻസർ 50. ഇത്രയേ ഉള്ളൂ. 50 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഒരു കോൺ 40 ഡിഗ്രി ആണെങ്കിൽ മറ്റേ കോണ് കിട്ടാൻ എന്ത് ചെയ്യണം? രണ്ടും കൂടെ കൂട്ടിയാൽ 90 ആണ്. അപ്പൊ ഒന്ന് 40 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്തത് എന്തായിരിക്കും? 50 ആയിരിക്കും അല്ലെ. ഇനിയിപ്പോ ഒരു കോൺ 30 ഡിഗ്രി ആണ്. അപ്പൊ അടുത്ത കോൺ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ? 30 ഡിഗ്രിയുടെ എത്ര കൂട്ടുമ്പോഴാണ് 90 ആകാം? 60 ഡിഗ്രി കൂട്ടുമ്പോൾ. അപ്പൊ ഒന്ന് 30 ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? 60 ആയിരിക്കും. ഒന്ന് 20 ഡിഗ്രി ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും അല്ലെ.
ഒന്നിപ്പോൾ 35 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. 35 ഡിഗ്രി ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? 35. 90 35 കുറയ്ക്കുന്നത് 10 5 പോയാൽ 5, 8 3 പോയാൽ 55. അപ്പോൾ 35 ആണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എത്രയാണോ നമുക്ക് ഒരു കോൺ തന്നിട്ടുള്ളത് 90-ൽ നിന്നും ആ കോണ് മൈനസ് ചെയ്താൽ അടുത്ത കോണ് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു മട്ടത്രികോണത്തിന്റെ ഒരു ന്യൂനകോണിന്റെ അളവ് ഇങ്ങനെ തന്നിട്ട് അടുത്ത കോൺ എത്ര ആണെന്ന് ചോദിച്ചാൽ ആ തന്നിരിക്കുന്ന കോണിൽ നിന്നും എത്ര കുറയ്ക്കുക? 90-ൽ നിന്നും ആ തന്നിരിക്കുന്ന കോൺ അങ്ങോട്ട് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്? അടുത്ത കോണിന്റെ അളവെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് വളരെ എളുപ്പമാണ് അല്ലെ? ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മട്ടത്രികോണത്തിന്റെ അളവാകാൻ സാധ്യത ഉള്ളത് ഏത് എന്നുള്ളതാണ്. ഇതിൽ വലുതെടുക്കുക, അതിന്റെ സ്ക്വയർ മറ്റു രണ്ട് ചെറുതിന്റെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുന്നതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തു 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4 പ്ലസ് 1ന്റെ സ്ക്വയർ എത്രയാ? 1. 4 1 കൂടെ കൂട്ടുമ്പോൾ 5. അത് 9-ന് എന്താണ്? ഈക്വൽ അല്ല അല്ലേ? അപ്പൊ അതല്ല. അടുത്തത് 6 7 8. 6 7 8 എന്ന് വരുമ്പോൾ ഇവിടെ ഏറ്റവും വലുത് ഏതാണ്? 8 ആണ്. 8ന്റെ സ്ക്വയർ എത്രയാ? 64. അത് ഈക്വൽ ആണോ എന്ന് നോക്കണം. ഏതിന്? 6ന്റെ സ്ക്വയർ 36 പ്ലസ് 7ന്റെ സ്ക്വയർ 49. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 9 6 15 1 4 3 7 1 8 85. 64-ന് ഈക്വൽ ആണോ 85? അല്ല. അപ്പോൾ ഇതും മട്ടത്രികോണത്തിന്റെ വശമാവില്ല. അടുത്തത് നോക്കാം. 12 15 10. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 12 ആണ്. 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 144. ഇനി 15ന്റെ സ്ക്വയർ എത്രയാണ്? 15ന്റെ സ്ക്വയർ 25 225 അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ ഈസി ആയിട്ട് കാണാൻ പറ്റുക എന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ സ്ക്വയർ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സെക്കൻഡ് കൊണ്ട്. ഇവിടെ നോക്കാം. 15ന്റെ സ്ക്വയർ 225. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 അല്ലേ? അപ്പൊ നമ്മൾ രണ്ടും കൂടെ കൂട്ടാം. അപ്പൊ 5 2 3 325 എന്ന് കിട്ടി. അപ്പൊ 144 325 ആണ്. അപ്പൊ ഇത് ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഇതും എന്താവില്ല? മട്ടത്രികോണത്തിന്റെ വശങ്ങളാവില്ല. അടുത്തത് നോക്കാം. 3 4 5. ഇവിടെ ഏറ്റവും വലുത് ഏതാണ്? 5. 5ന്റെ സ്ക്വയർ എത്രയാ? 25. ഇനി അടുത്തത് 4ന്റെ സ്ക്വയർ 16 പ്ലസ് 3ന്റെ സ്ക്വയർ 9. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 25. അപ്പൊ 25 എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആയി അല്ലെ? 25 തന്നെ. അപ്പൊ ഇത് എന്താണ്? ഇത് മട്ടത്രികോണത്തിന് വശമാവും. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഉപയോഗിച്ച തിയറം? എന്താണ്? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് ഒരു മട്ടത്രികോണത്തിന്റെ കേസിൽ. കർണം എന്ന് പറയുന്നത് എന്താണ്? വലിയ വശമാണ് അല്ലെ? അപ്പൊ വലിയ നമ്പർ എടുക്കുക. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കിയുള്ള രണ്ട് നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു മട്ടത്രികോണത്തിന്റെ വശമാവാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഒരു മട്ടത്രികോണത്തിന്റെ പാദം 12 സെന്റിമീറ്റർ ലംബം 5 സെന്റിമീറ്റർ ആയാൽ കർണം എത്രയാണെന്നുള്ളതാണ്. ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം കർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അത് ഇവിടെ എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അത് നമ്മൾ എഴുതിയിട്ടു. ഇനി നമുക്ക് അതിന്റെ വാല്യൂസ് കൊടുക്കാമല്ലോ. റൂട്ട് ഓഫ് പാദം സ്ക്വയർ എത്രയാണ്? പാദം എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ 12ന്റെ സ്ക്വയർ എത്രയാണ്? 100. അപ്പൊ ആദ്യം ഞാൻ വേണമെങ്കിൽ 12 സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മുടെ കർണം കാണാനുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക. റൂട്ട് ഓഫ് 12ന്റെ സ്ക്വയർ എത്രയാ? 144 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പൊ 144 25. അതായത് റൂട്ട് എത്രയാണ്? 5 4 9 4 2 6 അല്ലെ 1. അപ്പൊ 169. റൂട്ട് 169. റൂട്ട് ഓഫ് 169 എന്ന് പറയുന്നത് ഏതിന്റെ റൂട്ടാണ്? 13ന്റെ റൂട്ടാണ്. നമ്മളിങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിലും കാണുക. അത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് പഠിക്കാം. നമ്മൾ അതുകൊണ്ടാണ് ആ വീഡിയോസ് ചെയ്യാത്തത്. നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ കാണാൻ ചെയ്തിട്ടുണ്ട്, സ്ക്വയർ റൂട്ട് കാണാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വർഗവും മൂലം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹെഡിങ് ഇട്ടിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. നമുക്ക് ട്രിക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കണ്ടുപിടിക്കാം. അപ്പോൾ റൂട്ട് 169 എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്.
അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാ? കർണം എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇവിടെ റൂട്ട് കണ്ടുപിടിക്കാനുള്ളത് മാത്രമാണ് തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇതേപോലെ തന്നെ കർണം 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, പാദം 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ലംബം കണ്ടുപിടിക്കണം. ലംബം കാണാൻ എന്ത് ചെയ്യണം? നമുക്ക് 2 തന്നിട്ടുണ്ട്, അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലംബം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചതാണോ? ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ എഴുതി വെച്ച് പഠിക്കുക. ലംബം സമം റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. റൂട്ട് ഓഫ് കർണം സ്ക്വയർ എന്ന് പറയുമ്പോൾ കർണം 5 ആണ്, അപ്പോൾ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഓക്കെ, അപ്പോൾ 5ന്റെ സ്ക്വയർ എത്രയാണ്? റൂട്ട് 25 മൈനസ് 4ന്റെ സ്ക്വയർ 16. 25ൽ നിന്നും 16 പോയാൽ എത്രയാണ്? 9. റൂട്ട് 9. റൂട്ട് 9 എന്ന് പറയുന്നത് എത്രയാണ്? 3 അല്ലേ? റൂട്ട് 9 എത്രയാണ്? 3 ആണ്. അപ്പം 3 സെന്റിമീറ്റർ ആണ് എന്ത്? നമ്മുടെ ലംബം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഏതെങ്കിലും 2 വാല്യൂസ്, കർണമോ പാദം ലംബം, അതായത് ഏതെങ്കിലും 2 വാല്യൂസ് കിട്ടിയാൽ മൂന്നാമത്തെ വാല്യൂസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിന് ബേസിക് ആയിട്ട് എന്താ അറിഞ്ഞിരിക്കണം? കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ? അടുത്തത് നോക്കുക. പാദം നമുക്ക് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ, ലംബം തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. വിസ്തീർണം കാണണം. വിസ്തീർണം കാണാൻ ഒരു മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? ഹാഫ് ഇൻറ്റു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ലംബം അല്ലെ? പാദം ഇൻറ്റു ലംബം. മലയാളത്തിൽ തന്നെ എഴുതാം. പാദം ഇൻറ്റു ലംബം അല്ലെ? ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് മട്ടത്രികോണത്തിന്റെ കേസിൽ ലംബമാണ്. അപ്പൊ നമുക്ക് പാദവും ലംബവും ഉണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? വിസ്തീർണം കണ്ടുപിടിക്കാം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 1/2 ഇൻറ്റു പാദം എത്രയാണ്? 15 സെന്റിമീറ്റർ. അപ്പൊ 15 ഇൻറ്റു ലംബം എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പൊ 10. അപ്പൊ 1/2 ഇൻറ്റു 15 ഇൻറ്റു 10. പിന്നെ ഇതിൽ വെട്ടിപ്പോവല്ലോ. 2 10ൽ എത്ര പ്രാവശ്യം? 2ൽ 2 1 പ്രാവശ്യം, 10ൽ 2 5 പ്രാവശ്യം. ഓക്കെ, വെട്ടി കുറച്ചു. ബാക്കി എന്താ ഉള്ളത്? 1 ഇൻറ്റു 15 ഇൻറ്റു 5 എന്ന് വെച്ചാൽ എന്താണ്? 15 ഇൻറ്റു 5. 15 ഇൻറ്റു 15 എത്രയാണ്? 5 5 25ന് 5 2 ശിഷ്ടം 1 5 5 2 7. 75 എന്താണ്? വിസ്തീർണമായതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 75 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ വിസ്തീർണം. അപ്പോൾ ഒരു മട്ട ത്രികോണത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം. ലംബമാണ് കേട്ടോ, ഹൈറ്റിന് പകരം ലംബമാണ് മട്ട ത്രികോണത്തിന്റെ കേസിൽ വരിക. നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തു. 75 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആൻസർ കിട്ടി. അടുത്തത് നോക്കുക. കർണം നമുക്ക് തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ, പാദം 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. വിസ്തീർണം കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു മട്ടത്രികോണത്തിന്റെ വിസ്തീർണം കാണണമെങ്കിൽ അര ഇൻറ്റു പാദം ഇൻറ്റു ലംബമാണ്. നമുക്കിവിടെ ലംബം തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് കർണം തന്നിട്ടുണ്ട്, പാദവും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലംബം കണ്ടുപിടിച്ചൂടെ അല്ലേ? അപ്പൊ ലംബം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക, അതിനുശേഷം നമുക്ക് വിസ്തീർണം കാണാം. അപ്പൊ ലംബം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലംബത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം. റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്താൽ മതി. കർണവും പാദവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലംബം കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്താൽ എന്തായി? ലംബമായി. ലംബം കണ്ടുപിടിച്ചിട്ട് നമുക്ക് വിസ്തീർണം കണ്ടുകൂടെ? അപ്പൊ നമുക്ക് ലംബം കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് കർണം സ്ക്വയർ എത്രയാണ്? 25 സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. പാദം എത്രയാണ്? 20. അപ്പോൾ 20 സ്ക്വയർ ആണ്. അപ്പോൾ 25ന്റെ സ്ക്വയർ. 25ന്റെ സ്ക്വയർ എത്രയാണ്? സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി നമ്മൾ ചെയ്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. അപ്പോൾ 25 6. അപ്പോൾ 625 ആണ് 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 20ന്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം. 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ ഇവിടെ 0 ഉണ്ട്, അപ്പോൾ 2 പൂജ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ 400. 625 മൈനസ് 400 എന്ന് വന്നു. 625ൽ നിന്ന് 400 പോയി എത്രയാണ്? 225. അപ്പോൾ റൂട്ട് ഓഫ് 225. റൂട്ട് 225 എന്ന് പറയുന്നത് ഏതിൻ്റെ റൂട്ടാണ്? 15ന്റെ ആണ്. അത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ 15 സെന്റിമീറ്റർ എന്ന് നമുക്ക് എന്ത് കിട്ടി? ലംബം കിട്ടി. കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ എത്ര കിട്ടി? 15 സെന്റിമീറ്റർ എന്ന് നമുക്ക് ലംബം കിട്ടി. ലംബം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് വിസ്തീർണം കണ്ടുപിടിച്ചൂടെ? അപ്പോൾ വിസ്തീർണം ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു
ലംബമാണ് അല്ലേ? അര ഇൻറ്റു പാദം ഇൻറ്റു ലംബമാണ് വിസ്തീർണം. അപ്പം അര ഇൻറ്റു ഞാനിവിടെ ചെയ്യുന്നുണ്ട് ഹാഫ് ഇൻറ്റു പാദം എത്രയാണ്? പാദം 20 ആണെന്ന് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുണ്ട്. 20 ഇൻറ്റു ലംബം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 15. അപ്പോൾ അത് അവിടെ ഇട്ട് കൊടുത്തു. അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിച്ചെറുതാക്കാം. 2ൽ 2 ഒരു പ്രാവശ്യം, 20ൽ 2 എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം പോകും. അപ്പോൾ 1 ഇൻറ്റു 10 ഇൻറ്റു 15 എന്ന് വെച്ചാൽ എന്താണ്? 10 ഇൻറ്റു 15 150 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് നേരത്തെ നമ്മൾ എന്താണ് പാദവും ലംബവും തന്നപ്പോൾ ഡയറക്റ്റ് വാല്യൂ ഇട്ട് കൊടുത്തിട്ട് വിസ്തീർണം കണ്ടുപിടിച്ചു. ഇവിടെ കർണവും പാദവും ആണ് തന്നിട്ടുള്ളത്. കർണവും പാദവും കിട്ടി നമുക്ക് ലംബം കണ്ടുപിടിച്ചൂടെ? റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്തു നമ്മൾ ലംബം കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 150 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത്, ഇക്വേഷൻ അറിഞ്ഞാൽ കൂടെ തെറ്റാൻ ചാൻസ് ഉള്ളത് റൂട്ട് എടുക്കുമ്പോൾ, സ്ക്വയർ റൂട്ട് കാണുമ്പോൾ, അതുപോലെ തന്നെ വെട്ടിച്ചെറുതാക്കുന്ന ഈ ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോവുക. അപ്പം നമ്മൾ സ്ക്വയർ കാണാനും സ്ക്വയർ റൂട്ട് കാണാനും വെട്ടിച്ചെറുതാക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇത്രയുമാണ് നമ്മുടെ മട്ട ത്രികോണം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്തു. ചുറ്റളവ് കാണാൻ നമ്മൾ ചെയ്തില്ല, കാരണം എന്താണ്? 3 വശവും കൂടെ കൂട്ടിയാൽ മതി. അത് നമുക്ക് അറിയുന്നതാണ് അല്ലേ? അപ്പോൾ അതിലും ഒരു വശം തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കർണം സ്ക്വയർ മൈനസ് ആ ഇക്വേഷൻ ഉപയോഗിച്ച് മറ്റേ വശം കണ്ടുപിടിച്ചിട്ട് നമുക്ക് 3 കൂടെ കൂട്ടാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചുറ്റളവ് ചെയ്യാതിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വിസ്തീർണം കാണുന്നതും അംശബന്ധം തന്നിട്ട് കോണം അല്ലേ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ് മട്ട ത്രികോണം എന്ന് പറയുന്ന ഈ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള 2 ത്രികോണവും കൂടി ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.